നന്ദിയുണ്ട് ഇങ്ങനൊരു ദിവസം എനിക്ക് തന്നെ. ഈ കട്ടയൊക്കെ ഇവിടെ നിർത്ത് മാറ്റിക്കോ. അവൻ കണ്ട ഇനി അത് മതി. ശരിമാ. എന്നിട്ട് ബാക്കി പറ. എന്റെ സുബമ്മേ, ഇടിയെന്ന് പറഞ്ഞ പൊരിഞ്ഞിടിയാ. അവസാനം നിലത്ത് കിടക്കണ തവക്കള ഷാജിയുടെ നെഞ്ചത്തെ ദാ ഇതുപോലൊരു ചവിട്ടി ചവിട്ടിട്ട് സിനിമ കാണും പോലെ ഒരൊറ്റ ഡയലോഗാ. എന്തോ ഡയലോഗാ കുഞ്ഞെ? പറമുള്ള കേക്കട്ടെ. പെണ്ണുങ്ങൾ സംസാരിക്കുന്നിടത്ത് വായും പൊളിച്ച് വന്ന് നിൽക്കരുതെന്ന് ശശിയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? 13 പ്രാവശ്യം അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് തന്നെ ഞാൻ അവനോട് 14 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പെണ്ണുങ്ങളുടെ വായി നോക്കി നിൽക്കരുത് ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടാ? ഇങ്ങനെ തുമ്പിക്കൈ നീട്ടിക്കൊണ്ട്. അങ്ങനെ ഏവൻ വന്നമ്മേ, അതിന്റെ പുറമെ ഞാൻ അറിയാതെ വന്ന് പോയത്. അപ്പൊ ഞാനാണോ തെറ്റുകാരൻ, എവനാണോ തെറ്റുകാരൻ? അമ്മ പറ. ഞാൻ പോകുന്നു, ഇനി നിന്റെ കൂടെ ഞാനില്ല. മോള് പറ. കേട്ടോ സുബമ്മേ, കൊറേ ആൾക്കാര് വന്ന് കൊച്ചേട്ടനെ വാരിയെടുത്തോണ്ട് ഒരൊറ്റ നടപ്പാ. കണ്ടു നിന്നവരെല്ലാരും കൈയടിച്ചു. ഞാനും. നിനക്ക് ഈ അടിയിടിയൊക്കെ അത്രയ്ക്ക് ഇഷ്ടാ? പിന്നെ ആണുങ്ങളായ കുറച്ചൊക്കെ തെമ്മാടിത്തരം വേണ്ട എന്റെ സുബമ്മേ. എന്റെ ഇന്ദു, നിനക്ക് ഈ തല്ലും ബഹളമൊക്കെ ഇഷ്ടാണെന്ന് അവൻ അറിഞ്ഞാ ഈ ഭൂമി മലയാളം കീഴ്മേൽ മറിക്കും. അല്ലെങ്കിൽ തന്നെ അവനെ ഓർത്ത് തീ തിന്നാത്ത ഒരു ദിവസമല്ല. അതുകൊണ്ട് മോള് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. എന്നാ സുബമ്മ പറയേ. ഇന്ന് തല്ലുണ്ടാക്കിയതിന് നീ അവനെ വഴക്കു പറയണം. നിനക്കതൊന്നും ഇഷ്ടല്ലാന്ന് നീ പറഞ്ഞ അവൻ കേക്കും. ശരി, സമ്മതിച്ചു. പോരെ? അവൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഞാൻ അകത്തേക്ക് പോവാ. ശരി. നീ എപ്പോ വന്നു? കുറച്ചു നേരമായി. കഴിഞ്ഞോ ഇന്നത്തെ തല്ലും ബഹളമൊക്കെ? ഇന്നത്തെ കഴിഞ്ഞു. നാണുണ്ടോ വിനായകേട്ടന് ഇങ്ങനെ കവലെ കടന്ന് അടി ഉണ്ടാക്കാൻ? ഒരുമാതിരി ചട്ടമ്പികളെ പോലെ. കഷ്ടം. അല്ല, അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കാം, ആരെ കാണിക്കാനാ ഈ വേഷം കെട്ടൊക്കെ? ഒരു കുട്ടിയും കോലും. അധികം കേറി അങ്ങ് ഭരിച്ചു കളയരുതേ. അയക്കോ, എന്ത് വേണമെങ്കിലും അയക്കോ. പക്ഷെ ഇനി മേലെ എന്തൊക്കെ എന്തൊന്നും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. അമ്മ അവളെ ഒന്ന് പോയി കാണണം. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. നിനക്ക് മാത്രമേ ദേഷ്യവും വൈരാഗ്യമൊക്കെ ഉള്ളൂ? ഒന്നാമതേ ആർക്കും പിടിയിട്ടാത്ത സ്വഭാവം നിന്റേത്. അവള് പറഞ്ഞാൽ എന്താടാ തെറ്റ്? ഏതൊരു പെണ്ണിനും താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെക്കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവും. കള്ളു കുടിക്കാത്ത, വഴക്ക് കൂടാത്ത, പുകവലിക്കാത്ത ഒരു പുരുഷനായിരിക്കണം തന്റെ ഭർത്താവെന്ന് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കും. ഇതിലേതാടാ നിനക്കില്ലാത്തത്? അമ്മയ്ക്ക് അവളുടെ അടുത്ത് പോകാൻ പറ്റൂല്ലയോ? ഞാൻ പോയിട്ട് എന്താ കാര്യം? ഇനി അവളുടെ മനസ്സ് മാറ്റേണ്ടത് നീയാണ്. അവളുടെ മനസ്സ് മാറണമെങ്കിലേ നീ നിന്റെ സ്വഭാവം മാറ്റണം. എന്താ വേണ്ടതെന്ന്
എന്റെ മോൻ നല്ലതുപോലെ ആലോചിച്ച് തീരുമാനിക്കാം. അങ്ങനെ എല്ലാം റെഡി. എന്റെ വിനുവണ്ണ ഇതങ്ങ് പിടിപ്പിക്ക്. ഒരു പെണ്ണ് കരഞ്ഞ അതിന്റെ പിന്നെ 100 കൂട്ടം കാര്യങ്ങളുണ്ടാകും. പക്ഷെ ഒരാണ് കരഞ്ഞ അതിന്റെ പിന്നെ ഒരു കാരണവേ ഉണ്ടാവും. ഒരു പെണ്ണ്. കിഴക്കേ മഠം പറഞ്ഞ തീയതി ഇങ്ങടുത്തു. ഹിന്ദു വിവാഹത്തിന് തയ്യാറാണോന്നറിയാൻ എന്താടാ ഒരു വഴി? എന്റെ വിനാട്ടാ, മുകളിലേക്ക് നോക്കി വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. നേരിട്ട് കണ്ട് കാര്യം പറയണം. അതിന് അവളെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടണ്ടേ? ഏത് സമയം കൂട്ടിന് ആളെ കൊണ്ട് നടക്കല്ലേ? ഒറ്റ കിട്ടണ രാത്രി വീട്ടിൽ കയറണം. എടാ നിനക്ക് പറയാളിപ്പ വിനായകനെ കൊണ്ട് പറ്റുന്ന കാര്യമെല്ലാം പറ. എടാ ബാബു, ഈ വിനായകന് ചെയ്യാൻ പറ്റാത്തതായിട്ട് ലോകത്തൊന്നുമില്ല. ഇന്ന് രാത്രി ഞാൻ അവളെ വീട്ടിൽ കയറി കാണുന്നു. എന്താടാ ഇത്, പാമ്പാന്നോ? നിന്റെ പിടുത്തം കണ്ടത് തോന്നുന്നുണ്ട് ആനയെ കെട്ടിയെടുക്കുന്നു. എന്താ ഒച്ച കേട്ടല്ലോ? വെളിയിൽ ഇറങ്ങണ്ട. എന്താടി നീ എന്റെ പുറകെ നിന്നോണേ. ഇന്നെ കാണൂല, നീ അവിടെ നിന്നോ. നമ്മളെ കണ്ടില്ല പോകണ്ട. എന്താ മോളെ? എന്തോ ഒരു സാധനം എന്റെ മേത്ത് വന്ന് വീണ സാധനോ? അതുമല്ല എലിയോ പൂച്ചയായിരിക്കും. അല്ല, മോള് കരയാതെ പേടിക്കണ മോളെ. അയ്യോ, വേണ്ട വേണ്ട വേണ്ട, പതുക്കെ പതുക്കെ, തുറക്കല്ലേ തുറക്കല്ലേ. അയ്യോ, ഇവൻ നാറിയാണെന്ന് ഈ നാട്ടുകാർ മുഴുവൻ പറഞ്ഞിട്ട് ഞാൻ ഇത്രയും കരുതിയില്ല. കള്ളും കുടിച്ച് അർദ്ധരാത്രിയില് ഒരു പെങ്കോട്ടി അടങ്ങുന്ന മുറി കയറി ചെല്ലുന്ന പറഞ്ഞാല് നല്ല പെട വിട്ടാഞ്ഞിട്ടാ ഒരു തങ്കട്ടവൻ. മതി സ്വന്തവും ബന്ധവും ഒക്കെ. ഇനി ഈ മാധവമേനോന് ഇങ്ങനെ ഒരു പെങ്ങളും ഇല്ല, ഒരു അനന്തരവനും ഇല്ല. രക്തബന്ധം എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇനി ആരെങ്കിലും എന്റെ കുടുംബത്തോട് കയറിയാൽ അറിയാലോ മാധവനെ. അയ്യോ, കൊല്ലാൻ വരുന്നേ. അയ്യോ പോയി. അയ്യോ അയ്യോ അയ്യോ,
മേല എന്റെ അനുവാദമില്ലാതെ വിനായകനെ എവിടെയും കൊണ്ടുപോകാനുണ്ടല്ലോ. അറിയാലോ എന്നെ. എവിടെയോ തൊട്ടി ചേച്ചി. എടാ ശശി, ഇറങ്ങി വാടാ താഴെ. ഇറങ്ങി വരാൻ. ഇല്ല, ഞാൻ വരില്ല. എറിഞ്ഞിട്ട് ഞാൻ പിന്നെ പാലും പഴം തരണമെന്നല്ലോ എന്നെ വിളിക്കുന്നത്. എന്റെ ശക്തി നിന്റെ ശക്തി കയറിയ അവരെ ഞാൻ കണ്ട്. എനിക്കതിനുള്ള ശക്തി ഇല്ല. ശക്തി നീ പോ. ശക്തി നീ എന്തായാലും താഴെ വരുമല്ലോ, അപ്പം എടുത്തോളാം. ഇല്ലില്ല, ഞാൻ വരില്ല. ഒരിക്കലും ഞാൻ താഴെ വരില്ല. വിശേഷിച്ച് ഇന്ന് ഞാൻ ഒട്ടും താഴെ വരില്ല. ആയിക്കോട്ടെ അതിന് ആയിക്കോട്ടെ, ഞാൻ എടുക്കാം. നിന്നെ എപ്പോഴെങ്കിലും എന്റെ കൈ കിട്ടും. മോനെ വിടല്ലേടാ എന്നെ. പോയോ? വേഗം വാ. ഇന്ദു, ഒരു മിനിറ്റ്, വിനായകനൊന്ന് പറയാനുണ്ട്. ഒന്ന് വരൂ. എനിക്കൊന്നും കേക്കണ്ട. ഇന്ദു, നേരെ ഇരട്ടി അങ്കിൾ പറഞ്ഞു വിട്ടതാ. കേറ്, ഞാനും കയറിക്ക. വാ സുജയ്. ഷാർപ്പ് ഷോട്ട്. പക്ഷെ ഇന്ദുവിൻ്റെ കാര്യത്തിൽ എൻ്റെ ഉന്നം പിഴച്ചു. ഇനി എനിക്കോ ഈ കഴുതകൾക്കോ ഇന്ദുവിൻ്റെ നിഴലിൻ്റെ മുമ്പിൽ പോലും നിൽക്കാൻ പറ്റില്ല. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളല്ലേ, ആലോചിക്കാതെ എടുത്ത് ചാടരുതെന്ന്. അത് ശരിയാ. ഇനി നീ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഞാനോ? അതെ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇന്ദുവിനെ കല്യാണത്തിന് സമ്മതിപ്പിക്കേണ്ടത് നീയാണ്. നീ എന്തായി പറയുന്നേ? 10 പേരെ തല്ലാൻ പറഞ്ഞ 12 പേരെ തല്ലാം. പക്ഷേ ഒരു പെണ്ണിനോട് പോയി ഇങ്ങനെയൊക്കെ പറയാൻ എനിക്കറിയില്ല വിനായക. വേണമെങ്കിൽ അവളെ പൊക്കിയെടുത്ത് നിന്റെ മുമ്പിലിട്ട് തരാം. അങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് വരാൻ പറ്റുന്നതല്ലടാ ഒരു പെണ്ണിൻ്റെ മനസ്സ്. നീ പോയി നടന്ന കാര്യങ്ങളൊക്കെ അവളോട് പറയണം. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇന്ദു മാത്രമാണെന്ന് നീ പറയണം. അത് ഞാൻ പോയാൽ ശരിയാവോ? പറഞ്ഞു വെച്ച കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ വിനായകൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അമ്മയാകെ ടെൻഷനില്ല. ആ കിഴക്കേമഠം പറഞ്ഞ തീയതി ഇങ്ങടുത്തു. നീ ഇറങ്ങണം ശക്തി. ഈ ഫയലൊന്ന് പിടിച്ചേ. ഒരു മിനിറ്റ്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് ഇന്ദു വിചാരിക്കുന്ന പോലെ ഈ വിനായകനൊരു ഗുണ്ടയോ തെമ്മാടിയോ ഒന്നും അല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, വിനായകന്റെ മനസ്സ് മുഴുവൻ എന്തുവാടാ നീ എത്ര കോരി വീശി എറിഞ്ഞാലും ഈ ഭാഗം നനയണമെങ്കിൽ ഞാൻ തേവിയേ പറ്റൂ. അണ്ടേ അങ്ങനെ. എന്റെ വിനുവണ്ണ ഉള്ള കുറച്ചു നേരം വലി നിർത്ത്, എന്നിട്ട് ഇത് കൂടി. ടെൻഷൻ അടിക്കല്ലേ? അതല്ലേ പറഞ്ഞ്. എനിക്ക് തോന്നണില്ല കേട്ടോ ശക്തി പോയ കാര്യം നടക്കുമെന്ന്. നടക്കും.
ഈ ഇന്റർവ്യൂ എവിടെ നടക്കുന്നത്? ദാ അവിടെ. ആ താങ്ക്സ്. ഐഡിയ ഇല്ല. അപ്പൊ ഇന്റർവ്യൂവിന് വന്നല്ലേ? അത് ഇന്റർവ്യൂവിന് വന്നതല്ല, ഇന്ദുവിനെ കാണാൻ വേണ്ടി വന്നതാ. ഇന്റർവ്യൂവിന് വന്നവർക്ക് മാത്രം ഇവിടെ അത്യാവശ്യ കാര്യം പറഞ്ഞിട്ട് അല്ല, ഇന്ദുവിനെ കണ്ടൊരു ദേ സുജ, സുജയോട് ചോദിച്ചാൽ മതി. കുട്ടിയെ കാണാൻ അറിയാവുന്ന കുട്ടി ഇങ്ങനെ വരൂ. വരൂ. ഇയാള് കുട്ടിയുടെ ആരെങ്കിലും ആണോ? അറിയാം. സംസാരമൊക്കെ പുറത്ത്. പ്ലീസ് പ്ലീസ്. ഓക്കെ. എന്താ? അത് എനിക്ക് ഇന്ദുവിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്ദു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുക. ഓ, എന്നാ താനെന്ന് വന്നേ. എന്താ കാര്യം? ഓഹോ, അപ്പൊ ഇത് പറയാനാണല്ലേ പുറകെ വന്നത്? ഇത് ഇന്ദുവിനോടങ്ങ് നേരിട്ട് പറഞ്ഞ പോരെ? അത് ഇന്ദു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുവല്ലേ. അത് മാത്രമല്ല, മറുപടി മൈനസ് ആണെങ്കിൽ അത് കേൾക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇന്ദുവിനോട് താനങ്ങ് പറഞ്ഞാൽ മതി. ശക്തി, ഇന്ദു ഇപ്പൊ കല്യാണം കഴിക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും അല്ല. കുറച്ചൊക്കെ അവളുടെ കാര്യങ്ങള് നിങ്ങൾക്കും അറിയാലോ. ഒരുപാട് കടങ്ങളുണ്ട് അവർക്ക്. ഒരു ജോലി, അതാ ഇപ്പൊ അവൾക്ക് ആവശ്യം. അതിനിടയിൽ വിനായകനായിട്ടുള്ള കല്യാണക്കാര്യം പറഞ്ഞോണ്ട് ചെന്ന ദേഷ്യം കൂടെയുള്ളൂ. അത് മാത്രമല്ല, ഈ കിഴക്കേമടം പറഞ്ഞ തീയതി ഇങ്ങ് അടുത്തതുകൊണ്ട് അമ്മയ്ക്കും ഞങ്ങൾക്കും എല്ലാം നല്ല ടെൻഷനുണ്ട്. അതുകൊണ്ട് സുജ തന്നെ ഇക്കാര്യം ഇന്ദുവിനോട് സംസാരിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിച്ചാൽ മതി, പ്ലീസ്. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരനോട് പറ, അവളെ ഒന്ന് സഹായിക്കാൻ. എന്താ? എത്ര കാശ് വേണം? വിനായകന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാൻ അവളുടെ അച്ഛൻ സമ്മതിക്കില്ല. അതെന്താ? ഈഗോ തന്നെ കാരണം. പിന്നെ ആ പാറ പൊട്ടിക്കാനുള്ള സ്ഥലം എഴുതി കൊടുത്താ അതോടെ അവരുടെ കടങ്ങളൊക്കെ തീരും. ഇന്ദുവിന്റെ അച്ഛന് സന്തോഷമാവും. എന്നിട്ടാവാം കല്യാണം.